സോ എൽ ക്ലാസിക്കോ പ്രിവ്യൂ. ഓക്കെ, എൽ ക്ലാസിക്കോ ആണ്, നാളെയാണ് 8:45 ഞായറാഴ്ച രാത്രി 8:45 നമുക്ക് ഇന്ത്യൻ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫീസിബിൾ ആയിട്ടുള്ളൊരു ടൈമാണത്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്ന രീതി, മറ്റേ പാതിരാത്രിയല്ല, 12:30 1:30 ആ ഒരു സമയമല്ല, 8:45 ലാലിഗ വരെ അത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഫാൻസ് ഹാപ്പി അല്ലേ എന്നൊക്കെ പറഞ്ഞു കണ്ട് 8:45. കാരണം വേറെ ഒന്നുമല്ല, ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള ഫുട്ബോൾ ഓഡിയൻസ് ഉണ്ട്, അവർക്ക് അവർ വ്യൂവർഷിപ്പ് വേണം, അതിന് വേണ്ടിയൊക്കെ തന്നെയാണ് അവർ അവരുടെ ടൈം കുറച്ചും കൂടി ഫീസിബിൾ ആക്കിയത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ എൽ ക്ലാസിക്കോയാണ്. എൽ ക്ലാസിക്കോൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് കോലാഹലങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, നമുക്കറിയാം. അതായത് ലമീൻ യമാൽ നല്ലൊരു റയൽ മാഡ്രിഡിനിട്ട് നല്ലൊരു കൊട്ട് കൊട്ടിയിട്ടുണ്ട്. അത് വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു കൊട്ടായിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മുമ്പ് അദ്ദേഹം പറഞ്ഞതുപോലെയല്ല, ലമീൻ യമാൽ പറഞ്ഞതുപോലെയല്ല, വളരെയധികം ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സ് അത് ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സ്പാനിഷ് മാധ്യമങ്ങൾ പറയുന്നുണ്ട്, സ്പാനിഷ് മീഡിയാസൊക്കെ. സോ എന്താണ് ലമീൻ യമാൽ പറഞ്ഞത് എന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു, അറിയാത്തവർക്ക് വേണ്ടി. അതായത് വേറെ ഒന്നുമല്ല, കിങ്സ് കപ്പ് അങ്ങനെ എന്തോ ഒരു കപ്പുണ്ട്, കിങ്സ് കപ്പിനെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. PK ഒരു ലീഗാണ്, ആ ഒരു ലീഗിൽ ലമീൻ യമാലിൻ്റെ ഒരു ടീമുണ്ട്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ, ലമീൻ യമാലിൻ്റെ ടീമാണല്ലോ, സോ അദ്ദേഹം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പ്രിവ്യൂ ആയിട്ട്, അതിൻ്റെ എന്തോ ഒരു ഇതായിട്ട് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ കിട്ടുന്നു. അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നു, ആ ഒരു ടീമിലുള്ള കിങ്സ് കപ്പിൽ തന്നെ ഏതോ ഒരു ടീം റയൽ മാഡ്രിഡ് പോലെയാണെന്ന് ഇൻ്റർവ്യൂവർ പറയുന്നു. അപ്പോൾ ലമീൻ യമാലിനോട് ചോദിക്കുന്നു, അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് പറയുന്നു, റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത് അവർ വെറുതെ കംപ്ലയിൻറ്റ് ചെയ്യുന്നു, വെറുതെ മൂങ്ങുന്നു, അവർ തോൽക്കും, അങ്ങനെയൊക്കെ ഒരു ടീമിന് എങ്ങനെയൊക്കെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ സംസാരിച്ചു പോയത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ലമീൻ യമാലിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദിസ് ഈസ് സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ. നിങ്ങളെന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ഒരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിർമിൻ ലോപ്പസ് പറഞ്ഞത് നമുക്കറിയാം, 10% എന്നായ 10 ഞങ്ങൾ തന്നെ വിജയിക്കും, ഞങ്ങളുടെ അടുത്ത് അതിനുള്ള ടീമുണ്ട്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു റിപ്ലൈ ആണ്. പക്ഷേ ലമീൻ യമാലിനെ പോലെ മോങ്ങും, അവർ തോൽക്കും, അവർ വെറുതെയാണ്, റഫറിമാർക്ക് കാശ് കൊടുക്കുന്നുണ്ട്, അങ്ങനത്തെ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. കാശ് കൊടുത്തില്ലെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. റഫറിമാരോട് കംപ്ലയിൻറ്റ് ചെയ്യും, മോങ്ങും, അങ്ങനത്തെ രീതിയിലൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റഫറിങ്ങുമായിട്ടുള്ളൊരു ഇഷ്യൂവിൽ ബാഴ്സലോണയുടെ ഓൾറെഡി ഇപ്പോൾ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുക. ആ ഒരു ടീമിലുള്ള ഒരാളാണ് ലമീൻ യമാൽ എന്ന് പറയുന്നത്. സോ അങ്ങനെ എൽ ക്ലാസിക്കോയുടെ മുമ്പിൽ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ എല്ലാവരും, ആരായിക്കോട്ടെ, മെസ്സി ആയിക്കോട്ടെ, റൊണാൾഡോ ആയിക്കോട്ടെ, എല്ലാവരും ചിലപ്പോൾ ഇതിൻ്റെ മുമ്പൊക്കെ പറയാറുണ്ട്. നെയ്മർ ആയിക്കോട്ടെ, എൽ ക്ലാസിക്കോയുടെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ അതൊരു ലിമിറ്റ് വെച്ചിട്ടാണ്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഓപ്പോസിറ്റുള്ളൊരു ടീമിനെ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരു പ്ലെയറും പറഞ്ഞിട്ടില്ല, ഒരു പ്രൊഫഷണൽ പ്ലെയറും ഇതുവരെ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഇനി ആരെങ്കിലും ഉണ്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയോ. ലമീൻ യമാൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് പേഴ്സണലി അത് കേട്ടപ്പോൾ തോന്നി. ടു ബി ഫ്രാങ്ക് പറയാലോ. സോ എൽ ക്ലാസിക്കോ അങ്ങനെ ആ ഒരു കോൺട്രവേഴ്സിയോട് കൂടിയാണ് എൽ ക്ലാസിക്കോയിലോട്ട് പോകുന്നത്, ബെർനാബ്യൂവിലോട്ടാണ് പോകുന്നത്. റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സ് ഒട്ടും ആ ഒരു ലമീൻ യമാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അവർ ഭയങ്കരമായിട്ട് ട്രിഗർ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ അറിയില്ല, ഞാൻ പറയാലോ, ഇത് പെർഫോമൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻറ്റ്ലി ഇപ്പോൾ റയൽ മാഡ്രിഡ് ഓർ ബാഴ്സലോണ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മുൻതൂക്കം ബാഴ്സലോണക്കാണ് ആക്ച്വലി ഉള്ളത്. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. സംഭവം ടോപ്പ് ഓഫ് ദ ടേബിൾ റയൽ മാഡ്രിഡ് ആണ് ലാലിഗയിൽ ടോപ്പിൽ നിൽക്കുന്നത്. ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ ചാമ്പ്യൻസ് ലീഗിലാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് ആണ് ബാഴ്സലോണക്കാട്ടി മുകളിലുള്ളത്. പക്ഷേ ബാഴ്സലോണ അതിൻ്റെ താഴെയാണ്. പക്ഷേ എന്നാലും ടീം വൈസ്, പെർഫോമൻസ് വൈസ്, ആ ഒരു ടാക്ടിക്സ് വൈസ്, ഹാൻസി ഫ്ലിക്കിൻ്റെ സാബി അലോൻസോയുടെ ടാക്ടിക്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഴ്സലോണക്കാണ് ഒരു ചെറിയൊരു മുൻതൂക്കമുള്ളത്. അതൊരു സത്യമാണ്, എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ബാഴ്സലോണ അങ്ങനെ പോകാൻ പോകുന്നു. ഈ റയൽ മാഡ്രിഡിൻ്റെ ഒരു വേ ഓഫ് പ്ലേയിങ് കുറച്ചും കൂടി സ്ലോ ആണ്. ഓക്കെ, അവരുടെ സാബി അലോൻസോ ആ ഒരു പാസിങ്, അങ്ങനെ റയൽ മാഡ്രിഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഗെയിമാണല്ലോ പൊതുവെ കളിക്കാറുള്ളത്. അതിന് ആൻസ്ലോട്ടിയിട്ട് അതിൽ നിന്നൊക്കെ മാറി സാബി അലോൻസോ കുറച്ചും കൂടി സ്ലോ. അപ്പോൾ ബിഗ് ടീംസിനെതിരെ വരുന്ന സമയത്ത് ഈ ഒരു സ്ലോ പേസ് കളി എത്രത്തോളം വർക്കാവും എന്നുള്ള കാര്യം അറിയില്ല. പിന്നെ നമുക്കറിയാലോ, എംബാപ്പയാണ് അവരുടെ മെയിൻ ഗോൾ സ്കോറർ. ബാക്കിയുള്ളവരൊക്കെ കുറവാണ് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഗോൾ അടിക്കൽ. വിനീഷ്യസ് ഒരു സൈഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗോൾ അടിക്കുന്നുണ്ട് എന്നല്ലാതെ ബ്രൈം ഡയസോ, മസ്തൻ ദുവാനോ, റോഡ്രിഗോ ഇവർക്കാർക്കും 4-ൽ കൂടുതൽ ഗോൾ പോലും ഇല്ല. അതൊരു സത്യമാണ്. അവിടെ എംബാപ്പെ 15 അത്രയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് മാച്ചിലേക്ക് ഉണ്ടായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ലാത്തതുണ്ട്. അതായത് ഈ യുവൻറ്റസിനായിട്ടുള്ളൊരു മാച്ച്, ഈ സീസണിൽ ബാക്കി എല്ലാ മാച്ചിലും ഉണ്ട്. പിന്നെ വിനീഷ്യസിനും കുറച്ച് ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നല്ലാതെ വേറെ ആർക്കും റയൽ മാഡ്രിഡിൽ കമ്പാരിറ്റീവ്ലി ഇല്ല. ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ലമീൻ യമാൽ പിന്നെ കുറച്ച് മാച്ചസ് ഇറങ്ങിയില്ല, എന്നാലും അദ്ദേഹത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഫെറാൻ ടോറസിനുണ്ട്, ഫിർമിൻ ലോപ്പസിനുണ്ട്, ലെവൻഡോസ്കിക്കുണ്ട്. ലെവൻഡോസ്കിയും റാഫീനിയും ഇറങ്ങുന്നില്ല കേട്ടോ. റാഫീനിയുടെ കാര്യം അത് കൺഫേം ആയിട്ടുണ്ട്. റാഫീനിയ ചിലപ്പോൾ ഇറങ്ങില്ല. ട്രെയിനിങ്ങിൽ അദ്ദേഹത്തിന് വീണ്ടും പെയിനായിട്ട് അദ്ദേഹം കയറിപ്പോയി എന്നാണ്, പുറത്തോട്ട് പോയി എന്നാണ് വാർത്ത കറൻറ്റ്ലി ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ വരുന്നത്.
എത്രത്തോളം ക്രെഡിബിലിറ്റി ഉള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ക്രെഡിബിലിറ്റി ഉള്ളതൊന്നുമല്ല. പക്ഷെ എന്നാലും ഒരു 60 to 70% ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു സോഴ്സിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. റാഫീനിയ വീണ്ടും പെയിനായിട്ട് പുറത്തുപോയി, ചിലപ്പോൾ എൽ ക്ലാസിക്കോ മിസ് ചെയ്യും. അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു അതേ ട്രെയിനിങ്ങിലോട്ട് തിരിച്ചു വന്നിരുന്നു, ഇഞ്ചുറി മാറിയിട്ട്. പിന്നെ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ എന്തോ പെയിൻ വന്ന് വീണ്ടും കയറിപ്പോയതാണ്. അതാണ് റാഫീനിയൻ്റെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റാഫീനിയ ലെവൻഡോസ്കി ഇല്ല, ഫെർമിൻ ലോപ്പസ് തിരിച്ചു വന്നു, യമാൽ തിരിച്ചു വന്നു, പിന്നെ കുബാർസി തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ തിരിച്ചിട്ടുണ്ട്. ഗാവി പിന്നെ ലോങ് ഇഞ്ചുറി ആണല്ലോ, മാർക്ക് ടെർ സ്റ്റേഗനും ലോങ് ഇഞ്ചുറിയാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ അവരുടെ തിരിച്ച് വന്നിട്ടുണ്ട്. സോ അവരൊരു അത്യാവശ്യം വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടീം തന്നെയാണ്. റയൽ മാഡ്രിഡ് ബാലൻസ് ഇല്ലാത്ത പ്രശ്നമല്ല. റയൽ മാഡ്രിഡ് ഒരു എബോവ് ആവറേജ് ടീമാണ് കമ്പാരിങ് ടു ബാഴ്സലോണ. ഓക്കെ, ബാഴ്സലോണ എബോവ് ആവറേജിൻ്റെ മുകളിലാണ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. ചിലപ്പോൾ മേ ബി റയൽ മാഡ്രിഡാണ് ഇവന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല, സത്യസന്ധമായിട്ട് പറയാമല്ലോ. അവന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല. അവന്മാർ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഹൈ പേസിൽ കളി അങ്ങോട്ട് ഇട്ട് കണ്ട് ചിലപ്പോൾ 5-6 ഗോളം അടിച്ച് ചിലപ്പോൾ ജയിച്ചിട്ട് തിരിച്ചു വരും, പറയാൻ പറ്റില്ല. റയൽ മാഡ്രിഡാണ്. ചിലപ്പോൾ മേ ബി ബാഴ്സലോണയിലേക്കും. കഴിഞ്ഞ സീസണിലെ റിസൾട്ട് എന്ന് പറയുന്നത് ബാഴ്സലോണ ബെർണാബിയിൽ പോയി 4-0 എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചേക്കാണ്. ബാഴ്സലോണക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നതിനെക്കാട്ടും സന്തോഷമാണ് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത്. ഓക്കെ, അത് പലരും അങ്ങനെയൊക്കെയാണ്. അതാണല്ലോ ഇപ്പോൾ ലമീൻ യമാലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ലമീൻ യമാൽ ഇതിൻ്റെ മുമ്പും ഒരു PSG-ക്കെതിരെയുള്ള മുമ്പും ഇതേമാതിരി എന്തോ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എയറിൽ പോയിക്കണം. അതിൻ്റെ മുമ്പ് മറ്റേ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ ഫൈനൽ, മറ്റേ UEFA നാഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ നമുക്ക് ഓർമ്മയുണ്ട്. അതിന് മുമ്പ് എന്തോ പറഞ്ഞു കണ്ട് ഇതേമാതിരി എയർ പോയിട്ടുണ്ട്, ബോൺ ഫോർ ദീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എയർ പോയിട്ടുണ്ട്. സംഭവം ശരിയാണ്, കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ്. ഇതേമാതിരി മാച്ചിൻ്റെ മുമ്പ് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ അത് ഓവറാവരുത്. ഓക്കെ, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് കടന്നു പോകരുത്. അത് കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അത് ഇപ്പോൾ കറൻലി കയ്യിൽ നിന്ന് പോയിക്കാണെങ്കിൽ അഥവാ റയൽ മാഡ്രിഡ് ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലമീൻ യമാലിനിട്ട് നല്ലൊരു സൈബർ അറ്റാക്ക് വരും എന്ന് തന്നെയാണ്. അവന്മാർ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സ്, ഉറപ്പാണ്. ഇപ്പോൾ എംബാപ്പേനോട് ലമീൻ യമാലിൻ്റെ കാര്യം ചോദിച്ച സമയത്ത് എംബാപ്പെ എന്താ പറഞ്ഞത്? 18 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യനാണ്, ഒരു കൊച്ചു പയ്യനാണ് ലമീൻ യമാൽ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് അങ്ങനെ കാണുക. വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് എംബാപ്പെ പറഞ്ഞത് ലമീൻ യമാലിനെ കുറിച്ച്. അപ്പോൾ അതുപോലെയൊക്കെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. സോ അങ്ങനെയൊക്കെയാണ് എൽ ക്ലാസിക്കോ അവസ്ഥ. ലാലിഗയിലെ ടേബിൾ ടോപ്പ് ഫൈറ്റിംഗ് ആണ് ഈ ഒരു മാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റാഫീനി ഇല്ലാത്തത് കൊണ്ട് തന്നെ മിക്കവാറും ലെഫ്റ്റിൽ റാഷ്ഫോർഡും ഫെറാൻ ടോറസും റൈറ്റിൽ ലമീൻ യമാലും ഒരു നമ്പർ 10 ലോണിൽ ഫെർമിൻ ലോപ്പസും. ഡാനി ഓൾമോ പിന്നെ ഇഞ്ചുറി ആയിട്ട് ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ഓൾമോക്ക് ഇഞ്ചുറിയാണ്. ഫെർമിൻ ലോപ്പസ് തന്നെയായിരിക്കും അവിടെ. മിക്കവാറും ഫ്രങ്കി ഡിയോങ്ങും പെഡ്രിയും മിഡ്ഫീൽഡിൽ, കുബാർസി, എറിക് ഗാർസിയ, കൂണ്ടെ, ലെഫ്റ്റിൽ ബാൾഡെ. അങ്ങനെ തന്നെയായിരിക്കും ബാഴ്സലോണയുടെ ഒരു 11 എന്ന് പറയുന്നത്. ഗോൾ കീപ്പറായിട്ട് ഷെസ്നി, പിന്നെ ഇവാൻ ഗാർസി ഇഞ്ചുറി ആണല്ലോ, അദ്ദേഹത്തിന് എൽ ക്ലാസിക്കോ ഓൾറെഡി മിസ്സാവുമെന്ന് പറഞ്ഞതാണ്. ഞാൻ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. സോ അങ്ങനെയായിരിക്കും ബാഴ്സലോണയുടെ. റയൽ മാഡ്രിഡിൻ്റെ ഉറപ്പിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം, ഹ്യൂസൺ തിരിച്ചു വന്നിട്ടുണ്ട്, പിന്നെ ട്രെൻഡ് തിരിച്ചു വന്നിട്ടുണ്ട്, ഡാനി കറവാൾ തിരിച്ചു വന്നിട്ടുണ്ട്, മെൻഡി തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ റയൽ മാഡ്രിഡിൻ്റെ ഇഞ്ചുറീസൊക്കെ ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട്. മസ്തൻത്വാനൊക്കെ കഴിഞ്ഞ മാച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, യുവൻറ്റസിനെതിരെ മാച്ച് സബ്ബായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി കുഴപ്പമൊന്നുമില്ല. ഗോൾ കീപ്പറായിട്ട് തിബോ കോട്ട് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഹ്യൂസൺ, മിലിറ്റാവോ ഇവർ രണ്ടുപേരുമായിരിക്കും CB ഉണ്ടാവുക. ലെഫ്റ്റിൽ കറേറാസ്, റൈറ്റിൽ ട്രെൻഡ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ട്രെൻഡ് കുറച്ചും കൂടി ഒഫെൻസീവാണ്, ഒഫെൻസീവ്ലി ആവശ്യമുണ്ട്. ഓക്കെ, വാൽവർദേനെയും പിന്നെ അതുപോലെ നെച്ചോമനിയും മിഡ്ഫീൽഡറായിട്ട് വെക്കും. ബെല്ലിംഗ്ഹാം, പിന്നെ അതുപോലെ തന്നെ മേ ബി ആർദെ ഗൂളർ, വിനി ജൂനിയർ, എംബാപ്പെ. ചിലപ്പോൾ മേ ബി ആർദെ ഗൂളറിന് പകരം മസ്തൻത്വാൻ ഇറങ്ങിക്കും. ആർദെ ഗൂളർ ചിലപ്പോൾ അധികം ഉണ്ടാവും. മേ ബി സ്റ്റാർട്ടിംഗ് ലെവലിൽ ആർദെ ഗൂളർ ഉണ്ടാവും, ചാൻസ് വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻ ലൈനപ്പാണ് ഉണ്ടാവും. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല. ഒരു ആർദെ ഗൂളർ, മസ്തൻത്വാനോ, വാൽവർദെ ഇവരുടെ അങ്ങനെ ആ ഒരു സാധനം ചെറിയൊരു ഇത് കിടക്കുന്നത്. ചിലപ്പോൾ വാൽവർദെ തന്നെ ആയിരിക്കും റൈറ്റ് ബാക്ക് ആയിട്ട് വരിക, പറയാൻ പറ്റില്ല. സാബി അലോൻസോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്, ടീമിനനുസരിച്ച്, ഓപ്പോസിറ്റുള്ള ടീമിനനുസരിച്ചായിരിക്കും, ബാഴ്സലോണയുടെ ടീമിനനുസരിച്ചായിരിക്കും ഇവിടെ ടീം ഇറക്കുക, ഇവിടുത്തെ ടീമിനനുസരിച്ചായിരിക്കും അവിടുത്തെ ടീം ഇറക്കുക. എന്തായാലും ഒരു ലൈനപ്പ് നമുക്ക് കാണാം. എന്തായാലും നല്ലൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മാച്ചായിരിക്കും എൽ ക്ലാസിക്കോ എന്നുള്ള കാര്യം കൺഫേം ആണ്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മാച്ച്. 8:45 നമുക്ക് ഭയങ്കര കാണാൻ ഈസി ആയിട്ടുള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ സുഖമായിരിക്കും. എന്തായാലും അടിപൊളിയായിരിക്കും എൽ ക്ലാസിക്കോ. ബാക്കി നമുക്ക് എൽ ക്ലാസിക്കോയിൽ കാണാം, എൽ ക്ലാസിക്കോ കഴിഞ്ഞിട്ട് കാണാം. സോ താങ്ക് യു സോ മച്ച്.